ഹലോ, ഞാൻ ഇന്ന് ഒരു ലൈബ്രറി എല്ലാവരെയും കാണിച്ചു തരാം. പത്തനംതിട്ട ജില്ലയിൽ റാന്നിക്ക് അടുത്ത് മല്ലപ്പള്ളി താലൂക്കിലായിട്ട് വരുന്ന ഏകദേശം ഒരു 35 വർഷത്തിന് മേലെ പഴക്കമെന്ന് പറയാൻ പറ്റത്തില്ല. ഏകദേശം ലൈബ്രറിയുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് 35 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. ലൈബ്രറികളിൽ തന്നെ ബാലസാഹിത്യത്തിൻ്റെ കളക്ഷൻ കുറേ അധികമുള്ള ലൈബ്രറിയാണ് ഇത്. നമുക്ക് കാണാം. ലൈബ്രറിയുടെ പ്രസിഡന്റ്, പിന്നെ ഇവിടെ ഒരു അങ്കിളുണ്ട്. അങ്കിള് സ്ഥിരം ഇവിടെ വരുന്നതാണ്, സ്ഥിരം സന്ദർശകൻ. ഇവിടുത്തെ പുസ്തകങ്ങൾ പോലെ തന്നെ ഇവിടെ ഡെയിലി ഇരിക്കുന്ന ഒരാളാണ്. സാറ് ലൈബ്രറിയെ പറ്റിയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ പറയും നമുക്ക്. അങ്കിള് ലൈബ്രറിയുടെ ജോയിന്റ് സെക്രട്ടറിയാണ്. ഇത് സന്ധി ചേച്ചി ഇവിടെ പുറത്ത് ബുക്സ് കൊടുക്കുന്ന പ്രത്യേക തരം ലൈബ്രറിയാണ്. വീടുകളിൽ ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്ന് പുസ്തകം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വീടുകളിൽ കൊണ്ടുപോകും. പ്രായമുള്ളവർക്ക്, വനിതകളെ ഉദ്ദേശിച്ചുള്ള പദ്ധതിയായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വായിക്കാൻ ഇൻട്രസ്റ്റുള്ള ആൾക്കാരുണ്ടല്ലോ, എന്നാൽ ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് വീടുകളിൽ കൊണ്ടുപോകും. കുറേ ആൾക്കാർക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ വായിക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നതുണ്ട്. എൻ്റെ പേര് മഞ്ജു, ഞാൻ ഇവിടുത്തെ ലൈബ്രറിയനാണ്. ഇത് 1990 ഏപ്രിൽ 15 ഉദ്ഘാടനം ചെയ്ത് പെണ്ണാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത് തുടങ്ങിയ ലൈബ്രറിയാണ്. അന്ന് മുതലേ ഞാനിതിൻ്റെ ചുമതല വഹിക്കുന്നു, പ്രസിഡന്റ് സ്ഥാനത്ത് കൊടുക്കുന്നു. ഇതിൻ്റെ പൊതുയോഗം നടക്കുന്നതിന് ഈ പൊതുയോഗത്തിൽ ഈ വിഷയം അവതരിപ്പിച്ചു. ഇങ്ങനെ ഒരു ലൈബ്രറി തുടങ്ങിയാൽ കൊള്ളാവുന്നുണ്ട്, അതിന് സ്ഥലവും വേണം, സൗകര്യം വേണം, കൈവത്തിൻ്റെ സഹകരണം വേണം, ഉണ്ടെങ്കിൽ സഹകരിക്കുകയാണെങ്കിൽ ലൈബ്രറി തുടങ്ങാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് യോഗത്തിൽ അത് ഐകണ്ഠ്യ തീരുമാനമെടുത്തു ലൈബ്രറി തുടങ്ങാനായിട്ട്. ലൈബ്രറി കൗൺസിലിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന, ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന PN പണിക്കർ സാറിൻ്റെ ചരമവാർഷികമായ ജൂൺ 19 ഗവൺമെൻറ് വായനാ ദിനമായിട്ട് ഡിക്ലെയർ ചെയ്യും. അതനുസരിച്ച് എല്ലാ വർഷവും വായനാ ദിനമായിട്ട് ആചരിച്ചു വരുന്നു. വായനാ ദിനമായിട്ട് ജൂൺ 19 ആചരിച്ചു വരുന്നു. നമ്മുടെ ലൈബ്രറികൾ ആചരിക്കുന്നുണ്ട്, എല്ലാ വർഷവും ആചരിക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ഗ്രന്ഥശാലകളും മറ്റു സന്നദ്ധ സംഘടനകൾ, ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒക്കെ വായനാ ദിനമായിട്ട് ആചരിച്ചു വരുന്നുണ്ട്. അങ്ങനെ ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കേരളം ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സ്റ്റേറ്റായിട്ട് പ്രഖ്യാപിച്ചു, നടപ്പിലാക്കാൻ പറ്റിയത്. സമ്പൂർണ്ണ സാക്ഷരത നടപ്പിലാക്കാൻ ഈ വായന കൊണ്ട് വളരെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വായന നമ്മുടെ മനുഷ്യൻ ഇന്ന് വരെ, അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ മനുഷ്യൻ ആർജിച്ചിട്ടുള്ള അറിവുകളെല്ലാം ഗ്രന്ഥങ്ങളിലാക്കി വെച്ചിരിക്കുകയാണ്. ഗ്രന്ഥങ്ങളിലാണ്. ആ ഗ്രന്ഥങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ലൈബ്രറികളാണ്. കറണ്ട് ചാർജ് കൊടുക്കുന്നതിനോ ടെലിഫോൺ ബില്ല് കൊടുക്കുന്നതിനോ ഇതിനൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഞങ്ങളുടെ മുഴുവൻ തുകയ്ക്കും പുസ്തകങ്ങൾ, മറ്റാവശ്യങ്ങൾക്കൊക്കെ വേറെ തരത്തിലൊക്കെ അതിൻ്റെ ഫണ്ട് സ്വീകരിക്കും. അതങ്ങനെയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഗ്രന്ഥശാലയിലാകും കാണാം, പുസ്തകങ്ങൾ കാണാം, ശേഖരം കാണാം. ഇനി നമുക്ക് ഈ ലൈബ്രറിക്കകത്തെ കളക്ഷൻസ് കാണാം. ഇത് റഫറൻസ് വിഭാഗം. റഫറൻസ് വിഭാഗം എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിങ്, മെഡിസിന് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ള ബുക്കുകളാണ് ഇതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നത്. റഫറൻസ് ഈ ബുക്കുകൾ ഈ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ വന്നിട്ട് ആവശ്യമുള്ള പുസ്തകം എടുത്തിട്ട് ഇവിടെ വെച്ച് തന്നെ അവർ നോക്കിയിട്ട് അതിനകത്ത് നോട്ട് എഴുതിയെടുക്കും. ആവശ്യമുള്ള ഭാഗം എഴുതിയെടുത്തിട്ട് മഹാത്മാഗാന്ധിയുടെ കംപ്ലീറ്റ് വർക്ക്സ് നമുക്ക് ഇതിനകത്തുണ്ട്. അതായത് 100 പുസ്തകങ്ങളാണ്, 100 ബുക്കുകൾ. നമ്പറുണ്ട്. എല്ലാം ലെറ്റേഴ്സ്, കത്തുകളാണ്.
അലമാരിയുടെ 2 വശം പുസ്തകങ്ങളായിരിക്കും. 2 വശത്തു നിന്നും എടുക്കാവുന്നത്. അതായത് സ്ഥലം കുറവായതുകൊണ്ട് കൊല്ല മാത്രം റെയർ കളക്ഷൻസ് ഉണ്ടോ ഈ ലൈബ്രറിയിൽ മാത്രം അവൈലബിൾ? ഋഗ്വേദം ഭാഷാഭാഷ ഓംസി നാരായണ നമ്പൂതിരിപ്പാട് വിവർത്തനം ചെയ്തിട്ടുള്ള ഋഗ്വേദം. ലൈബ്രറിക്ക് താഴത്തെ ഫ്ലോർ ലൈബ്രറി, മോളിൽ ഒരു മീറ്റിംഗ് ഹാൾ ഉണ്ട്. മീറ്റിംഗ് ഹാളിൽ പല ടൈപ്പ് മീറ്റിങ്ങുകൾ, യോഗ ക്ലാസ്, ട്യൂഷൻ നടക്കുന്നുണ്ട്, ഡ്രോയിങ് ക്ലാസ് നടക്കുന്നുണ്ട്. കുറച്ച് പിള്ളേർ ഡ്രോയിങ് ക്ലാസ്സിന് വന്നിട്ടുണ്ട്. ഡ്രോയിങ്ങിന് വരുന്ന പിള്ളേർ ഡ്രോയിങ് വരയ്ക്കുന്നത്, വരച്ച് പഠിക്കുന്നത് നമുക്ക് കാണാം.